എന്നുള്ള ഓർമ്മിച്ചുകൊണ്ട് ബ്ലഡ് ഡൊണേഷൻ നടത്തുവാനായിട്ട് സാധിച്ചു. ഈ ബ്ലഡ് ഡൊണേഷനിൽ ഒത്തിരി മലയാളികൾ വന്ന് പങ്കെടുത്തു. അതിൽ പങ്കെടുത്ത എല്ലാ മലയാളികൾക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ റെഡ് റോവ മലയാളി അസോസിയേഷന് ഒരു ഫേസ്ബുക്ക് ഉണ്ട്. ആ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത സഹായിക്കുകയും ചെയ്ത അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് കുക്കിംഗ് ചെയ്തു തന്ന എല്ലാ കുക്കുമാരോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം അവരോടൊപ്പം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. സമയത്തിന്റെ അതിക്രമം കൊണ്ടാണ് ഞാൻ വളരെ വേഗം നീട്ടി പറഞ്ഞു പോകുന്നത്. ആരെങ്കിലും വിട്ടുപോയിരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നോട് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഏതൊരവസരത്തിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പോൺസർമാരായി ഡോക്ടർ അൻവർ, അതുപോലെ തന്നെ നിസ്ല, ഇവർ നമ്മോടൊപ്പം ഉണ്ട്. അവർ ഏത് സമയത്ത് എപ്പോഴാവശ്യപ്പെട്ടാലും നമുക്ക് സമ്മാനങ്ങൾ തരാറുണ്ട്, അല്ലെങ്കിൽ സംഭാവനകൾ തരാറുണ്ട്. അവരോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പൂക്കളം ഇടണമെങ്കിൽ വളരെ കഷ്ടപ്പാടാണ്. പൂക്കൾ പറിക്കാൻ പോകണം, ആരുടെയൊക്കെ പുറകെ പോകണം. അങ്ങനെയുള്ള അവസ്ഥകൾ നമുക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം രണ്ട് കുടുംബങ്ങളോട് ഈ പൂക്കളം ഒന്ന് ഒരുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. അവരൊരുക്കിയ പൂക്കളമാണ് ഇന്ന് നമ്മൾ ഇവിടെ കണ്ടത്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. രൂപിക ആൻഡ് ഫാമിലി, അതുപോലെ തന്നെ അനീഷ്, ബിനീഷ്, ഇവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ ഈ മ്യൂസിക് സിസ്റ്റം കൈകാര്യം ചെയ്തത് നമുക്ക് വേണ്ടി ഓക്ലാൻഡിൽ നിന്ന് വന്ന മനുവാണ്. നല്ലൊരു കലാകാരനാണ്. അദ്ദേഹം പാടുകയും അതോടൊപ്പം ഈ മ്യൂസിക് സിസ്റ്റത്തിന്റെ വർക്കുകൾ ചെയ്യുകയും ചെയ്തു തന്നു. അദ്ദേഹത്തോടെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇതുപോലെ തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ളവരാണ് മറിയ ശ്രീന. മറിയ വിഷ്ണുകുമാറും ശ്രീനയും അവരുടെ ഫാമിലിയും വളരെ ദിവസങ്ങളോളമായി ഈ പ്രോഗ്രാമിന് വേണ്ടി കഷ്ടപ്പെടുന്നു. അവരോടുള്ള നന്ദി, അതുപോലെ അവരുടെ ഫാമിലിയോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. റെഡ് റോവ അസോസിയേഷന്റെ പേരിൽ അവരോടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി നമ്മൾ 2 ഭാഷയായിട്ടാണ് നടത്തിയത്. കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ സമയം ഒരുപാട് അതിക്രമിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ച് നടത്തുകയും ചെയ്തു. ആ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ നമ്മൾ വടംവലിയും അതുപോലുള്ള മത്സരങ്ങൾ അന്ന് നടത്തുവാനായിട്ട് സാധിച്ചു. അന്ന് വരികയും അതിൽ പങ്കെടുക്കുകയും ഞങ്ങളെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ മലയാളികളോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഇത്രത്തോളം വിജയപ്രദമാക്കുകയും ചെയ്ത കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെയുള്ള അവരോടുള്ള നന്ദി കടപ്പാടും റെഡ് റോവ മലയാളി അസോസിയേഷന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും അവരോട് അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ മറ്റൊന്നുകൂടി ചിന്തിക്കണം. ഈ പ്രസ്ഥാനം വളർന്നു വരുവാനും ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുവാനും വേണ്ടി മുൻകാലങ്ങളിൽ ഒരുപാട് പേർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രസ്ഥാനം റെഡ് റോവ മലയാളികൾക്ക് വേണ്ടി ആരംഭിക്കുന്നതിന് മുന്നിൽ കഷ്ടപ്പെട്ട മുൻകാലങ്ങളിൽ ഇതിനുവേണ്ടി പ്രയത്നിച്ച ഫ്ലൂവർ ലിറ്റൺ, അദ്ദേഹത്തോടൊപ്പം സഹകരിച്ച മറ്റു സുഹൃത്തുക്കൾ, ഇവരോടുള്ള നന്ദിയും കൂടി ഈ അവസരത്തിൽ റെഡ് റോവ മലയാളി അസോസിയേഷൻ അറിയിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നയനമനോഹരമായ വർണ്ണമയമായ രീതിയിൽ ഫേസ്ബുക്ക് ഒരുക്കി തന്ന, അതിനുവേണ്ടി നമ്മെ സഹായിച്ചത് ശ്രീരഞ്ജിനിയാണ്. ശ്രീരഞ്ജിനിയോടുള്ള നന്ദി അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഞാൻ എൻ്റെ നന്ദി പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നിങ്ങൾ ഒരുപാട് ക്ഷമിക്കുന്നു, അതിനുള്ള നന്ദിയുണ്ട്. ഈ പ്രോഗ്രാം ഇത്രത്തോളം വിജയപ്രദമാക്കിയ എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഫേസ്ബുക്ക് ഒരുക്കി തന്ന ശ്രീരഞ്ജിനിക്കുള്ള ഗിഫ്റ്റ് തരുവാൻ മറന്നുപോയിട്ടുണ്ട്. ക്ഷമിക്കണം. ശ്രീരഞ്ജിനി സ്റ്റേജിൽ വന്ന്
ആ ഗിഫ്റ്റ് ഏറ്റുവാങ്ങണം. താമസിച്ചു പോയതിൽ ക്ഷമിക്കണമെന്ന് ഒരിക്കൽ കൂടി ശ്രീരഞ്ജനിയോട് അഭ്യർത്ഥിക്കുന്നു. പ്രസിഡന്റ് സിബി വർഗീസ് ഈ ഗിഫ്റ്റ് ശ്രീരഞ്ജനിക്ക് സമ്മാനമായി നൽകുന്നതാണ്. മൈക്കാണോ? അതുപോലെ തന്നെ നോട്ടീസ് അച്ചടിക്കുവാനും നോട്ടീസിന്റെ കാര്യങ്ങളൊക്കെ വേണ്ടി പ്രയത്നിച്ച പ്രവീൺ, അതുപോലെ തന്നെ ലിബിൻ എന്ന ഒരു പയ്യനുണ്ട്, അവനോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇനിയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇഷ്യൂ ആയിട്ട് എടുക്കാതെ നമ്മൾ ഒന്നാണ്, നമ്മുടെ പ്രോഗ്രാമാണ് എന്നുള്ള ചിന്താഗതിയോട് കൂടി മാത്രം നിങ്ങൾ ഇതിനെ കണ്ടുകൊണ്ട് എല്ലാവരോടും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരിക്കൽ